ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാർക്ക് ഒരു സംവരണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന മുഹമ്മദ് യാസിനാണ്. നടപ്പിലാക്കാൻ കഴിയില്ല, അത് നിയമസഭയാണ് എടുക്കേണ്ടതെന്നാണ് സർക്കാരിൽ നിന്ന് ഓർമ്മടി. ഇലക്ഷൻ കമ്മീഷനാവട്ടെ സർക്കാരിന്റെ തലയിൽ വെച്ച് ഒഴിഞ്ഞു മറുന്ന സാഹചര്യമാണ് അവിടെ നിന്നുണ്ടായത്. ഇതിന് തികച്ചും ഒരു ഞാൻ പ്രവർത്തിച്ച രാഷ്ട്രീയമായ ഒരു ബന്ധമില്ല, സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് ഞാൻ അടിവരയിട്ട് ഇത് സൂചിപ്പിക്കുകയാണ്. ഔദാര്യമല്ല, ഒരു അവകാശമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഭിന്നശേഷിക്കാർ ഗ്രാമസഭകളിൽ വന്നാൽ അല്ലെങ്കിൽ വാർഡ് മെമ്പറായിട്ട് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ചോദിച്ച പലവരും എന്റെ ഇതുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ആണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാർക്ക് ഒരു സംവരണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന മുഹമ്മദ് യാസിനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം യാസിൻ, സ്വാഗതം. നമസ്കാരം. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാർക്ക് ഒരു സംവരണം വേണമെന്ന ആവശ്യവുമായിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ആളാണ് യാസിൻ. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സംവരണം വേണമെന്ന് ആവശ്യപ്പെടുന്നത്? കേരളത്തിൽ ഇത്ര നാളായിട്ടും ഇത്ര മുന്നേറുന്ന സാഹചര്യത്തിലും ഭിന്നശേഷിക്കാർ പുറകിലോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മുഖ്യധാര ഭരണത്തിലോട്ട് കൊണ്ടുവരാനും അവരെ ഒരു എന്തെങ്കിലും ആയി അവർക്ക് ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാനും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇതിനോടകം കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കിയ സാഹചര്യത്തിൽ കേരളത്തിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റയാൾ പോരാട്ടം നടത്താൻ ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ കൂടെ ഉണ്ടാകുന്നവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോ എങ്ങനെയാണ് അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഇത് തുടങ്ങിയതിനു ശേഷം വളരെയധികം സപ്പോർട്ട് വീട്ടിൽ നിന്നാണെങ്കിലും പൊതുസമൂഹത്തിൽ നിന്നും അല്ലാതെ ഇത് ചെയ്യുന്നത് അറിഞ്ഞ് പല ആളുകൾ എന്നെ ഫോൺ വഴിയും മെസ്സേജ് വഴിയും എല്ലാം ബന്ധപ്പെടുകയും ഒരു പിന്തുണ നൽകുകയും ചെയ്തു. അതിന്റെ അതൊരു പ്രചോദനമായി ഞാൻ കണക്കാക്കുന്നു. ഇപ്പൊ ഈ ഒരു സംവരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ രാഷ്ട്രീയ നേതാക്കളെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് വന്ന റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? സർക്കാരിൽ നിന്ന് വന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടപ്പിലാക്കാൻ കഴിയില്ല, അത് നിയമസഭയാണ് എടുക്കേണ്ടതെന്നാണ് സർക്കാരിൽ നിന്ന് ഓർമ്മടി. ഇലക്ഷൻ കമ്മീഷനാവട്ടെ സർക്കാരിന്റെ തലയിൽ വെച്ച് ഒഴിഞ്ഞു മറുന്ന സാഹചര്യമാണ് അവിടെ നിന്നുണ്ടായിരുന്നത്. അതൊരു നിരാശാജനകമായ ഒരു കാര്യമായിട്ട് ഞാൻ അത് കാണുന്നു. അതുപോലെ തന്നെ പിന്തുണ എഴുതിക്കൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെയും നമ്മുടെ നിയമസഭാ പ്രതിപക്ഷ നേതാവിനെയും പിന്നെ ആലുവ MLA ഉൾപ്പെടെ ഞാൻ കാണുകയുണ്ടായിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് വളരെ തൃപ്തികരമായ അനുകൂലമായ ഒരു മറുപടിയാണ് നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. അപ്പൊ എത്ര നാളായി ഇത്തരത്തില് ഇതിന്റെ പുറകെ നടക്കുന്നു? ഒരു 3-4 മാസമായി. തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയ ശേഷം അത് പ്രചോദനം കൊണ്ടാണ് ഞാൻ കുറെ നാളായിട്ട് ഇത് ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്കൊരു ആധികാരികമായ രേഖ കിട്ടാതെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ തമിഴ്നാട്ടിൽ ചെയ്തപ്പോൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ഒറ്റയാൾ പോരാട്ടമായിട്ട് കണക്ക് കൂട്ടണ്ട, ഒത്തിരി പേരുണ്ട്. നമുക്ക് ഇതറിഞ്ഞ് പല പഞ്ചായത്തുകളിൽ നിന്നായിട്ടും പല ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ ആളുകളെ വിളിച്ച് മെസ്സേജ് അയച്ച് ഇൻസ്റ്റ വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ മെസ്സേജ് അയച്ചവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഭിന്നശേഷിക്കാരെ കുട്ടികൾ മാതാപിതാക്കൾ ഒത്തിരി പേർ എന്നെ വിളിക്കുകയുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെയധികം നല്ലതാണെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു പ്രചോദനം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെയും വീട്ടിലുള്ളവരും അല്ലാതെ നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പൊ പറയുകയാണെങ്കിൽ ഇതിനു മുന്നേ ആരെങ്കിലും ഇതേപോലെ ഇത്തരത്തിൽ ഇറങ്ങി തിരിച്ചതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടോ? സംഘടനകൾ കുറെ നിവേദനം കൊടുക്കുകയല്ലാതെ ഒറ്റയാൾ പോരാട്ടം നടത്തിയതായിട്ട് എന്റെ അറിവില്ല. സംഘടനകൾ കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരിയധികം പരിമിതികളുണ്ട്. അതുകൊണ്ട് സംഘടന കൊടുക്കണേക്കാൾ നല്ലത് ഒരാൾ ഇതിന് മുന്നിട്ട് ഇറങ്ങിയാൽ നടപ്പിലാക്കും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വിഷയം നമ്മുടെ ഭരണാധികാരിയിലോട്ട് എത്തിക്കാൻ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റിന് നോക്കുന്നുണ്ട്. അതൊക്കെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് വിശദമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കുവാനും മുഖ്യമന്ത്രി ശ്രദ്ധയിൽ ശക്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷയം അങ്ങനെ ഇതാവില്ല. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇത് വീഡിയോ ഭരണാധികാരിയിലോട്ട് എത്തിക്കാൻ പരമാവധി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ചാനലാണെങ്കിൽ പോലും നല്ല രീതിയിൽ സപ്പോർട്ട് നമുക്ക് നൽകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ രാഷ്ട്രീയത്തിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? രാഷ്ട്രീയത്തിലുണ്ടായിരുന്നല്ല, കോളേജ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് ഇവിടെ തൃക്കാക്കര ഭാരത് മാതാ കോളേജിലായിരുന്നു. അവിടെ കോളേജ് യൂണിയനിൽ 22-23 അധ്യയന വർഷത്തിൽ കോളേജ് യൂണിയൻ മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റുഡൻസ് യൂണിയനിലും കോളേജ്
കാലഘട്ടത്തിൽ കോളേജ് രാഷ്ട്രീയവുമായി ഇടകലങ്ങി പ്രവർത്തിച്ച ആളാണ്. ഓക്കെ, ഇപ്പോ നമ്മൾ പറഞ്ഞു പല പല നേതാക്കൾക്കും നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന്. ഈ ഇടയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് നിവേദനം നൽകിയിട്ടുണ്ടായി. അപ്പൊ ആ ഒരു സമയത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ ആ സമയത്ത് നോക്കി കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജനശ്രദ്ധയിലോട്ടും ദേശീയ ശ്രദ്ധയിലോട്ടും ഇത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 2 മാധ്യമങ്ങൾ അല്ലാതെ ഈ നിവേദനം കൊടുക്കുന്ന വീഡിയോ മറ്റേ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്ത് അത് എന്റെ കൂട്ടുകാർ എനിക്ക് അയച്ചു തരികയും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബേഴ്സ് 2-3 യൂട്യൂബേഴ്സ് അതെടുത്ത് ഒരു നിവേദനം കൊടുക്കുന്ന ഇത് അവരുടെ പേജിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞിടുകയും ചെയ്തു. വിഷയം എന്താണെന്ന് പറഞ്ഞില്ല, നിവേദനം കൊടുക്കുന്നു എന്നും പറഞ്ഞ് അവർ ഇത് ഇടുകയുണ്ടായി. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യ ഒട്ടാകെ ഇത് ശ്രദ്ധിക്കണം. തമിഴ്നാട്ടിൽ അത്രത്തോളം വലിയ സംസ്ഥാനം തമിഴ്നാട്ടിൽ നടപ്പിലാക്കി. അപ്പൊ കേരളം ഇത്രത്തോളം മുന്നേറുന്നു. കേരളത്തിൽ ബാക്കി എല്ലാവർക്കും സംഭരണമുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗത്തിനും സംഭരണമുണ്ട്. അതുകൊണ്ട് ഇത് 8 ലക്ഷത്തോളം ഭിന്നശേഷിക്കാർ പഴയ സെൻസസ് പ്രകാരം കേരളത്തിലുണ്ട്. അപ്പൊ ഇത് മുന്നോട്ട് വരാൻ ഇവർക്ക് ആരുമില്ല, ഇവർക്ക് പരിമിതികൾ അധികമുണ്ട്. ഇപ്പൊ ഈ കാലിനോ വയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മുന്നോട്ട്, അല്ലാത്ത ബുദ്ധിമുട്ടുകളുള്ള പല വിഭാഗങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ മൊത്തം പ്രതികരിച്ചാണ് ഞാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് തികച്ചും ഒരു ഞാൻ പ്രവർത്തിച്ച രാഷ്ട്രീയപരമായ ഒരു ബന്ധമില്ല. ഒരു സമൂഹത്തിന് വേണ്ടി, ഇത് എനിക്കൊരു രാഷ്ട്രീയപരമായിട്ട് ലക്ഷ്യമില്ല, സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ അടിവരയിട്ട് ഇത് സൂചിപ്പിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇത്തരത്തിലൊരു സംവരണം നൽകി എന്ന് വിചാരിക്കും, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പെൻഷൻ കൃത്യമായിട്ട് അത് ഉണ്ട്. പഞ്ചായത്തുകളിലെ സ്കോളർഷിപ്പുകൾ, മറ്റേ തൊഴിൽ പദ്ധതികള്, അതൊക്കെ കൃത്യമായിട്ട് ഒരു ക്രോഡീകരിച്ച് ഒരു കൊടക്കീഴിലാക്കി. അപ്പൊ അവര് വന്നാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഭരണരംഗത്തോട്ട് അവർ വരികയാണെങ്കിൽ, നിയമസഭാ കമ്മിറ്റികളിൽ അവർ വരികയാണെങ്കിൽ ആ കമ്മിറ്റികളെ ഉന്നയിച്ച് വ്യക്തമായിട്ട് നടപ്പിലാക്കുവാനും, ഗ്രാമസഭകളുണ്ട്, ഭിന്നശേഷി ഗ്രാമസഭകളുണ്ട്, അതുകൊണ്ട് കലോത്സവങ്ങളുണ്ട്, അതൊക്കെ കുറ്റമറ്റ രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയണം. പല പഞ്ചായത്തുകളിലും ഈ വർഷങ്ങളിൽ ഉൾപ്പെടെ കലോത്സവങ്ങളും ഒക്കെ വൈകിപ്പിച്ച് നടത്തിയ പല പഞ്ചായത്തുകളും എനിക്ക് നേരിട്ടറിയാവുന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഉണ്ട്. എന്റെ പഞ്ചായത്തിനും അത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതൊക്കെ നമുക്ക് ഒന്ന് കുറ്റമറ്റ രീതിയിൽ ഒന്ന് നടപ്പിലാക്കണമെങ്കിൽ ഇങ്ങനെ ആൾക്കാർ വരണം. അല്ലാത്തവർ ചെയ്യുമ്പോൾ ഒരു പരിമിതി അവർക്കുണ്ട്. അവർക്കും ഇവർ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് അവർക്കറിയാൻ പറ്റില്ല. വനിതാ സംവരണം വന്നപ്പോഴാണ് വനിതകൾ മുഖ്യ ഇതിൽ വന്നത്. അതോടെ SC/ST സംവരണം വന്നപ്പോഴാണ് അവരും അതേപോലെ ഈ ഭിന്നശേഷിക്കാർക്കും നമുക്ക് സംവരണം വേണം. തീർച്ചയായിട്ടും ഇത്തരത്തില് ഒരു കാര്യം വേണ്ട കാര്യം തന്നെയാണ്. അത് നമ്മുടെ ഭരണഘടനയിലൊക്കെ നമുക്ക് എല്ലാത്തിനും ഈക്വലൻസി വരുമ്പോൾ നമുക്ക് PRD ആക്ടിലൊക്കെ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ധാര്യമല്ല, ഒരു അവകാശമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ ഒരാളെ വിമർശിക്കുന്നോ അങ്ങനെയല്ല. ഇത് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഈ ഒരു അടിയന്തര വ്യവസ്ഥ നിയമസഭ സ്പെഷ്യൽ സമ്മേളനം വിളിച്ച് പാസ്സാക്കി അല്ലെങ്കിൽ ഓർഡിനൻസ് വഴി ആക്കാവുന്ന കാര്യം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്ത്, പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാവട്ടെ, എല്ലാവരും ചർച്ച ചെയ്ത് നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ആദ്യമേ തന്നെ ഇത്തരത്തിലൊരു കാര്യം ഇപ്പോഴേ നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് മേലധികാരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് തളരാതെ വീണ്ടും മുന്നോട്ട് പോയ ഒരാളാണ്. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു നോക്കി കണ്ടിട്ടുള്ളത്? ഞാൻ ഇത് നമുക്ക് ഒരു തളർച്ച ഉയർച്ചയല്ലല്ലോ ഇതിന് കാണുന്നു. നമ്മ ഈ വിഷയത്തിൽ വിജയം കാണുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പുകളെങ്കിലും നമുക്കിത് കൊണ്ടുവരണം. ഞാൻ അതിനുവേണ്ടി ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ നേതാക്കളെയും കണ്ടു കഴിഞ്ഞു. ഇനി അവര് നിയമസഭയിൽ വെച്ച് ചർച്ച ചെയ്യേണ്ട ഇനി അവരുടെ ഉത്തരവാദിത്തത്തിലോട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ഇതിനു മുമ്പ് ഞാൻ 1 കൊല്ലം മുമ്പ് ഞാൻ ആലോചിച്ചതാണ്. പക്ഷെ നമുക്ക് വേറൊരു സംസ്ഥാനത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റില്ലോ. നമ്മ കോമാളിയായിട്ട് മാറുന്ന ഒരു സാഹചര്യം ചിലപ്പോ വന്നു ചേരും. അപ്പൊ തമിഴ്നാട്ടിൽ വന്ന സ്ഥിതിക്ക് എനിക്ക് അപ്പോൾ തമിഴ്നാട്ടിൽ വന്നു എന്ന് ഏപ്രിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനുവേണ്ടിയുള്ള ഏപ്രിൽ 28-ാം തീയതിയാണ് ഞാൻ ഇത് തുടക്കുന്നത്. തമിഴ്നാട് ഓർഡർ ആയിട്ട് വന്നത് 5-ാം തീയതിയാണെന്ന് തോന്നുന്നു. കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, 5-ാം തീയതിയാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലെ കാര്യം ഇൻസ്പിറേഷൻ വന്നിട്ടാണ് നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലൊരു കാര്യം വേണമെന്ന് പറയുന്നത്. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണല്ലോ. അപ്പോ ഇവിടെ കൊണ്ടുവരേണ്ടത് ആവശ്യകതയാണെന്ന് അപ്പോഴാണ് തോന്നി തുടങ്ങിയതോ അതിനു മുമ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേരളത്തിൽ മറ്റു പല കാര്യങ്ങൾക്കും കേരളം മുന്നിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ പോലും തൊഴിൽ രംഗത്താണെങ്കിൽ പോലും കേരളം ഹൈ ലെവലിൽ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരെ മാത്രം മാറ്റി നിർത്തി. ഇവര് ഇപ്പൊ പഴയ സെൻസസ് പ്രകാരം 8 ലക്ഷം ആൾക്കാരുണ്ട്. അപ്പൊ ഒരു 10 ലക്ഷം ആയിട്ടുണ്ടാവണം. അപ്പൊ അതൊരു ചെറിയൊരു ജനവിഭാഗമല്ല. ഇതെന്താ വെച്ചാൽ ഒരു പഞ്ചായത്തിലെ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ പല സ്ലാബ് റേറ്റിലാണ്. ഈ കാലിന്റെ ഉള്ളവർക്ക് ഇത്ര എമൗണ്ട്, അങ്ങനെ സ്ലാബ് റേറ്റ് വരുമ്പോൾ അവർ വന്നെങ്കിലും അവർക്ക് കൃത്യമായിട്ട് ഈ ഭരണഘടന ICDS ഓഫീസേഴ്സ് ഒക്കെ ആയിട്ട് ചർച്ച
കൃത്യമായിട്ട് ഇപ്പൊ എന്തിനു പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുവാനൊക്കെ കഴിയുള്ളൂ. ഒരു നോർമൽ ആള് വരുന്നത് പോലെയല്ല ആ വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. അതുപോലെ വനിതകൾ ഇപ്പൊ കുടുംബശ്രീയൊക്കെ വന്നതുകൊണ്ടല്ലേ വനിതകൾ വരും. അപ്പൊ അതേപോലെ ഇതിനും ഒരു ഇത് വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ യാസിൻ ഇതിനൊക്കെ ഇറങ്ങി തിരിക്കുമ്പോ കുറെ പേര് പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും, കുറെ പേര് നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പോസിറ്റീവായിട്ട് കാണുന്നവരാണ് കൂടെ, പക്ഷെ അതിലും നെഗറ്റീവായിട്ട് കാണുന്ന ചിലവരുണ്ട്. മറ്റേ ഈ ഭിന്നശേഷിക്കാർ ഗ്രാമസഭകളിൽ വന്നാൽ അല്ലെങ്കിൽ വാർഡ് മെമ്പറായിട്ട് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ചോദിച്ച പലവരും എന്റെ ഇതുണ്ട്. അതേ ഞാൻ അവരെ വിമർശിക്കുകയല്ല. ഇപ്പൊ ഈ ഭിന്നശേഷി ഉള്ളവർക്ക് ഒരു കുറവുണ്ടെങ്കിൽ അവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മുന്നിലായിരിക്കും. സാധാരണ ആളുകളെ വെച്ച് നോക്കുമ്പോൾ അവർ മുന്നിലായിരിക്കും. അവരുടെ പ്രവൃത്തിയിലാണ്, അല്ല അവർക്ക് നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വീൽ ചെയറിലാണ് എന്നൊന്നുമല്ല, അവരുടെ നിശ്ചയദാർഢ്യവും പ്രവൃത്തിയുമാണ് ഇതിന് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അവസാനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ വീഡിയോ ഭരണാധികാരികൾ എത്തുന്നവരെ ഷെയർ ചെയ്യുക, നിങ്ങൾ ഇതിന് പരമാവധി സപ്പോർട്ട് നൽകുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ചെയ്യുന്നതിന് വളരെ പരിമിതികളുണ്ട്. ഞാൻ എന്നാലും എൻ്റെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് മറ്റേ പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ആണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തരിക എന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നിയമസഭയിൽ കൊണ്ടുവരാൻ നിങ്ങൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി ഒക്കെ നിങ്ങൾ ഇതിനെ ഹാഷ്ടാഗ് ഒക്കെ വഴി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും യാസിൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംവരണം ആവശ്യമുള്ളതാണ്. അധികാരികളുടെ കണ്ണ് തുറക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.